ഇന്നലെ ഞങ്ങൾക്ക് കുറച്ച് എരുന്ത് കിട്ടി. അത് തലേ ദിവസം വെള്ളത്തിലിട്ട് വെച്ചോണ്ടാണോ എന്നറിയില്ല, മൂടി ഇങ്ങനെ തുറന്നപ്പോൾ ഇതിന്നൊക്കെ ഇങ്ങനെ വെള്ളം ഇങ്ങനെ പൊന്തി വരുന്നുണ്ടായിരുന്നു. അങ്ങനെ ആദ്യമായിട്ടാണ് ഞങ്ങൾക്ക് ഇത്ര വലിയ എരുന്ത് കിട്ടണത്. സാധാരണ ചെറിയ എരുന്താണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആദ്യം നമുക്കിത് നല്ലവണ്ണം ഒന്ന് വൃത്തിയാക്കി കഴുകിയെടുക്കാം. കുറേ പ്രാവശ്യം കഴുകിയെടുക്കണം. പൂഴി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇതുമ്മലൊക്കെ ചളിയൊക്കെ ഉണ്ടാവും. അപ്പോൾ നല്ലവണ്ണം കുറേ പ്രാവശ്യം കഴുകിയെടുക്കുക. നല്ലവണ്ണം കഴുകിയെടുത്തതിന് ശേഷം നമുക്കിതൊന്ന് തിളപ്പിക്കാൻ വെക്കണം. തിളച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വേഗം തോല് പൊളിച്ചെടുക്കാൻ പറ്റും. തിളയ്ക്കുമ്പോൾ കണ്ടില്ലേ, തോലൊക്കെ ഇങ്ങനെ അടർന്ന് കിട്ടും. നമുക്കതൊന്ന് വേഗം തോല് മാറ്റിയെടുക്കാൻ പറ്റും. അത് കുറച്ച് നേരം ചൂടാറാൻ വയ്ക്കുക. ചൂടാറിയിട്ടുണ്ടെങ്കിൽ വെച്ചാൽ നമുക്ക് അത് പൊളിച്ചെടുക്കാം. ഓരോന്നെടുത്തിട്ട് ഇത് പൊളിക്കാം. ഇവിടെ ഇങ്ങനെ നെക്കി കൊടുത്തിട്ടുണ്ട് വെച്ചാൽ ഇതിൻ്റെ കുറച്ച് വേസ്റ്റ് ഉണ്ടാവും. ആ വേസ്റ്റ് ഒഴിവാക്കണം. ഇവിടെ നെക്കി കൊടുത്താൽ മതി. അപ്പോൾ അതിൻ്റെ വേസ്റ്റ് ഇങ്ങോട്ട് വരും. അങ്ങനെ ആ വേസ്റ്റ് എടുത്ത് ഒഴിവാക്കുക. ഇനി ഒന്നും കൂടി നമുക്ക് നോക്കാം എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത്. എടുത്തിട്ട് വേസ്റ്റ് അവിടെ നെക്കി കൊടുത്ത് അത് ഒഴിവാക്കി. അങ്ങനെ ഇപ്പോൾ ഇതെല്ലാം നന്നാക്കി കഴിഞ്ഞിട്ടുണ്ട് വെച്ചാൽ അത് മുഴുവൻ കുറേ പ്രാവശ്യം ഒന്നും കൂടി കഴുകിയെടുക്കണം. നന്നാക്കി കഴിഞ്ഞാലും കുറേ പ്രാവശ്യം കഴുകിയെടുക്കണം. നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള ഉള്ളി, വെളുത്തുള്ളി, തക്കാളി, പച്ചമുളക് ഇതൊക്കെ എല്ലാം ഒന്ന് റെഡിയാക്കി വയ്ക്കാം. അങ്ങനെ ഇതെല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഞാൻ കുക്കറിലാണ് വേവിക്കുന്നത്. കുക്കറിലാകുമ്പോൾ നമുക്ക് വേഗം വെന്ത് കിട്ടും. ലേശം വെള്ളം ഒഴിച്ചതിന് ശേഷം ഉള്ളി, പച്ചമുളക്, ഇഞ്ചി എല്ലാം ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ വേഗം വഴണ്ട് കിട്ടും. ഇനി അതൊന്ന് മൂത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. നല്ല വഴറ്റാൻ നിൽക്കണ്ട. ഇത് വേവണ ടൈമിൽ ഉള്ളിയൊക്കെ വെന്ത് റെഡി ആയിക്കോളും. അങ്ങനെ തക്കാളി ഇട്ട് കഴിഞ്ഞാൽ അതിലേക്ക് കുറച്ച് നമുക്ക് മസാലകളൊക്കെ ഇട്ട് കൊടുക്കാം. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് ഇതിൻ്റെ പച്ചമണം മാറണ വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. അത് ഇളക്കി കൊടുത്തിട്ടുണ്ട് വെച്ചാൽ അത് മൂത്ത് വരുമ്പോൾ നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള എരുന്ത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പം ഞാൻ വെള്ളം ഒഴിക്കണില്ല. ഈ എരുന്തിൽ തന്നെ ഉണ്ടാവും വെള്ളം. ആ വെള്ളത്തിൽ ഒന്ന് വേവിച്ചെടുക്കാം. കുക്കർ മൂടി ഒരു വിസിൽ വരണ വരെ ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ വെള്ളം ഇല്ലാതെ ഇങ്ങനെ വറ്റി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് ചാറ് വേണം. അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചിട്ട് ഒന്നുകൂടി വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് എങ്ങനെ ഉണ്ടെന്നൊന്ന് അഭിപ്രായം കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ